ഹലോ, ഇന്ന് പെപ്പർ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോണത്. അതിന് 1 കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു ചെറിയ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലക്കായ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കളറ് മാറുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല കളറ് മാറിക്കഴിഞ്ഞാൽ, റെഡ് കളറായി കഴിഞ്ഞാൽ ഇത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം. സവാളയുടെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് പിന്നീട് ചേർക്കേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 വലിയ പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 പിടി കറിവേപ്പില. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണം മാറണം. അതുപോലെ സവാളയും നന്നായിട്ട് ബ്രൗൺ കളറാവണ വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് പിന്നെ നമുക്ക് ചിക്കൻ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കുക. വെള്ളം ഒഴിക്കണ്ട. 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ ചിക്കനിലുള്ള വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി നമ്മൾക്ക് പൊടിച്ചു വെച്ച മസാല ചേർക്കാം. മസാല ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിക്ക് ഗ്രേവി അല്ല വേണ്ടത്, കുറച്ച് ലൂസ് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എനിക്ക് കുറച്ച് തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. അത് കാരണം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 3 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു 2 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം ചിക്കനിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിടി മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റവ് ഓഫാക്കി അടച്ചു വയ്ക്കാം. നമുക്കിനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. പെപ്പർ ചിക്കൻ ഒരു ഈസി റെസിപ്പിയാണല്ലോ. അപ്പം നിങ്ങളിത് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് പറയൂ. പിന്നെ ഇത് റൈസിലേക്കും ഗീ റൈസിലേക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, കമൻ്റ് ഇടുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.